ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിനൽ വാല്യുവേഷൻ 2023 സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അഥവാ കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിന് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. All edges of a square pyramid are equal. Total sum of length of its edges is 48 cm. Find the base area of the pyramid. വക്കുകളെല്ലാം തുല്യമായ ഒരു സമചതുര സ്തൂപികയുടെ ആകെ വക്കുകളുടെ നീളം 48 സെന്റിമീറ്റർ. സമചതുര സ്തൂപികയുടെ പാദ പരപ്പളവ് കാണാം. സമചതുര സ്തൂപികയ്ക്ക് എത്ര വക്കുകളുണ്ട്? ഒന്ന് ബേസ് എഡ്ജും ഒന്ന് ലാറ്ററൽ എഡ്ജും, അഥവാ പാദവക്കും പിന്നെ പാർശ്വവക്കുമാണ് ഉള്ളത്. പാദവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പാദവക്കാണുള്ളത്. ബേസിലൊരു സ്ക്വയറാണ് അല്ലേ. ഇനി ഈ സ്ക്വയറിൻ്റെ ഓരോ സൈഡിൽ നിന്നും ഓരോ ട്രയാങ്കിൾസ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഒരു 4 പാർശ്വവക്കുകളുണ്ട്. എന്താണോ? 1 2 3 4 1 2 3 4. അപ്പോൾ എല്ലാ വക്കുകളും കൂടിയിട്ട്, അതായത് 4 പാർശ്വവക്കുകളും 4 പാദവക്കുകളാണുള്ളത്. 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജും ആണുള്ളത്. ഇത് ഈക്വലാന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ സമ്മാണ് 48. ഓക്കെ, 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജും ആണുള്ളത്. 4 പാദവക്കുകളും 4 പാർശ്വവക്കുകളും. 4a + 4e = 48 എന്ന് കിട്ടും. a = e, അതായത് a = e എന്ന് പറയാൻ കാരണം വക്കുകളെല്ലാം തുല്യമാണ്. ഇതാ ഓൾ എഡ്ജസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. ഓൾ എഡ്ജസ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ആർ ഈക്വൽ. വക്കുകളെല്ലാം തുല്യമായ. അപ്പോൾ 8a എന്ന് കൊടുത്തു ഞാൻ. എ എന്ന് പറയുന്ന ആള് ഇക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ആള് എക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഇയുടെ സ്ഥാനത്ത് എ എന്ന് കൊടുക്കാമല്ലോ നമുക്ക്. 4a + 4a 8a = 48 എന്ന് വരും. അതിൽ നിന്ന് a = 48/8 എന്ന് വരും. ഇനി 8 48 6 8 48 8 40 6 8 48. a = 6 എന്ന് വരും. a = എത്ര വരും? 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ a = 6 എന്ന് കിട്ടി. ഇനി ഫൈൻഡ് ദ ബേസ് ഏരിയ എന്നാണ് പറഞ്ഞത്. ബേസ് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? a². അപ്പോൾ 6² എന്ന് വരും 36. അപ്പോൾ 36 cm². ഇതാണ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ഏരിയ വരിക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. The base edge of a square pyramid is 10 cm and its lateral edge is 13 cm. ബേസ് എഡ്ജ് 10 സെന്റിമീറ്ററും ലാറ്ററൽ എഡ്ജ് 13 സെന്റിമീറ്ററും. പാദവക്ക് 10 സെന്റിമീറ്റർ, പാർശ്വവക്ക് 13 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? സ്തൂപികയുടെ ചെരിവ് ഉയരം എത്ര? നമുക്ക് ബേസ് എഡ്ജ് എ തന്നിട്ടുണ്ട്, ലാറ്ററൽ എഡ്ജ് ഇ തന്നിട്ടുണ്ട്. നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എയും ഇയും എല്ലും തമ്മിലുള്ള റിലേഷൻ എന്താ? E² = L² + a/2 ഹോൾ സ്ക്വയർ. ഇനി ഇതിൽ വാല്യൂ കൊടുക്കുക. ഈ 13 ആണ്, അപ്പോൾ 13ന്റെ സ്ക്വയർ = a 10 ആണ്, അപ്പോൾ 10/2 5ന്റെ സ്ക്വയർ + L². 13ന്റെ സ്ക്വയർ 13 × 13. നമ്മൾ ഒരുപാട് ചെയ്താണ്, നമുക്ക് പെട്ടെന്ന് പറയാനും പറ്റും അല്ലേ. എത്രയാ? 169. 5ന്റെ സ്ക്വയർ 25. ഇനി ഈ 25നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക, അപ്പോൾ അത് മൈനസ് ആകും. 169 - 25. 9ന്ന് 5 പോയാൽ 4 കിട്ടും. 6ന്ന് 2 പോയാൽ 4 കിട്ടും. പിന്നെ 1 144. L² 144 ആണെന്നുണ്ടെങ്കിൽ L എത്രയായിരിക്കും? √144 ആയിരിക്കും. 144ന്റെ റൂട്ട് എത്രയാണ്? 12. ഓക്കെ, ഇനി ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ, അഥവാ പാർശ്വതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ 2al ആണ്. അപ്പം 2 × a 10 ആണ്, l 12 ആണ്. കണ്ടോ? അപ്പോൾ 2 × 12 24. 24 × 10 240. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? 240 cm² എന്ന് കിട്ടും. അടുത്തത്. A tent in the shape of a cone with a base radius 20 meters and a height 15 meter. വൃത്തസ്തൂപികാകൃതിയിലുള്ള ഒരു കൂടാരത്തിന്റെ പാദ ആരം 20 മീറ്ററും ഉയരം 15 മീറ്ററുമാണ്. ബേസ് റേഡിയസ് 20ഉം ഹൈറ്റ് 15ഉം. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? ചെരിവ് ഉയരം കാണണം. നമുക്ക് ബേസ് റേഡിയസ് അഥവാ സ്മോൾ ലെറ്റർ ആറും ഹൈറ്റ് എച്ചും തന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? സ്ലാൻഡ് ഹൈറ്റ് എല്ലും എച്ചും ആറും നമ്മളുടെ റിലേഷൻ എന്താ? L² =
ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ആർ 20 തന്നിട്ടുണ്ട്, എച്ച് 15 തന്നിട്ടുണ്ട്. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ആർ 20 അല്ലേ, അപ്പോൾ 20ന്റെ സ്ക്വയർ. എച്ച് 15 അല്ലേ, അപ്പോൾ 15ന്റെ സ്ക്വയർ. 20ന്റെ സ്ക്വയർ നമുക്കറിയാം 400 ആണ്. 15ന്റെ സ്ക്വയർ 5ൽ അവസാനിക്കുന്നത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. 25ലാണ് അവസാനിക്കുക. പിന്നെ 5 അല്ലാത്ത സംഖ്യ 1 ആണ്. 1 കഴിഞ്ഞാൽ 2, അപ്പോൾ 1 × 2 2, 225. അപ്പോൾ 400ക്ക് 225 കൂട്ടിയാൽ 625. അപ്പോൾ എൽ റൂട്ട് 625 എന്ന് വരും. 25ലാണ് അവസാനിക്കുന്നത്, അപ്പോൾ 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയാണ്. പിന്നെ 6 ആണ് അല്ലേ, 6 ആണുള്ളത്. അപ്പോൾ 1 × 1 1 × 2 അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുക. 1 × 2 2 ആണ്, അത് പറ്റൂല. 2 × 3 6 ആണ് അല്ലേ. അതിൽ ചെറിയ സംഖ്യ 25. അപ്പോൾ 625ന്റെ റൂട്ട് എത്രയാണ്? 25 ആണ്. അപ്പോൾ എല്ല് കിട്ടിയ എത്രയാ? 25. സ്ലാൻഡ് ഹൈറ്റ് ചെരിവ് ഉയരം 25 എന്ന് കിട്ടി. ഇനി ഹൗ മച്ച് സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് ഇസ് നീഡഡ് ടു മേക്ക് ദ ടെൻറ്റ്? ഈ ടെൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര ചതുരശ്ര മീറ്റർ ക്യാൻവാസ് വേണം? അതിന് നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയയാണ് കാണേണ്ടത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ, കൂടാരം എന്ന് പറയുമ്പോൾ മുകളിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, താഴെ നമുക്കില്ലല്ലോ. താഴെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിന് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ കാണണം. വക്രതല പരപ്പളവ് കാണണം. എന്ത് കാണണം? വക്രതല പരപ്പളവ് കാണണം. അത് പൈ ആർ എൽ ആണ്. പൈയുടെ വാല്യൂ നമുക്ക് പ്രൈസ് കാണണം. ഇവിടെ കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പൈക്ക് വാല്യൂ കൊടുത്തു കേട്ടോ. 3.14 × 6 നമുക്ക് റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 20 ആണ്. എല്ല് നമ്മൾ കണ്ടുപിടിച്ച് 25 ആണ്. ഇനി ഇത് ചെയ്താൽ മതി. 314നെ 2 കൊണ്ട് ഗുണിക്കുക. 1 4 4, 24 8, 2 2, 1 3 3, 23 6. ഇനി 628നെ 25 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു മിനിറ്റ്. 25 × 2 എത്രയാ? 25 × 2 അത് 50 ആണ്. പിന്നെ ഒരു 0 കൂടിയല്ല 500 ആണ്. അപ്പോൾ പെട്ടെന്ന് തീരും. ഓക്കെ, 25 × 2 എത്രയാണ്? 500 ആണ്. അല്ല, 25 × 2 50 ആണ്. പിന്നെ ഒരു 0 അല്ലേ, 28 ഗുണിക്കുമ്പോൾ 0 ഒഴിവാക്കിയിട്ട് ഗുണിച്ചിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി 500നെ 314 അഥവാ 314നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ 2 0 ഇട്ട് കൊടുത്താൽ മതി. I 4 20ക്ക് 0, ശിഷ്ടം 2, 1 5 5, 5 2 7, 3 5 15, 2 0 കൂടിയും വരും. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 1570 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 25 × 20 ചെയ്യുമ്പോൾ നമുക്ക് 500 ആണ് കിട്ടുക. 314നെ 500 ഗുണിക്കുമ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ ലാസ്റ്റത്തെ 2 0 പോവും. 1,57,000 ആണ് കിട്ടുക, പക്ഷേ ലാസ്റ്റത്തെ 2 0 പോയിന്റ് ഇടുമ്പോൾ പോവും. അപ്പോൾ 1570 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി കോസ്റ്റ് ടെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 60 പെർ സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ മീറ്ററിന് 1 മീറ്റർ സ്ക്വയറിന് 60 രൂപ വെച്ചിട്ട് ഇത്രയും മീറ്റർ സ്ക്വയറിന് എത്രയാവും? ഇതിനെ 60 ഗുണിച്ചാൽ മതി. ഇതിനെങ്ങനെ ഗുണിക്കുക? 157നെ 6 കൊണ്ട് ഗുണിക്കുക. 6 42ക്ക് 2, ശിഷ്ടം 4, 6 5 30, 4 34ക്ക് 4, ശിഷ്ടം 3, 1 6 3 9, പിന്നെ ലാസ്റ്റ് 2 0. 94,200 രൂപയാണ് ഇതിനെന്താവുക? ചിലവാവുക. 10 100 1000 10000. 94,200 രൂപ എന്താകും? ചിലവാകും. Then a cone of base radius 12 cm and height 15 cm is melted and recast into a sphere of radius 3 cm. Find the number of spheres can be made by melting the cone. പാദത്തിന്റെ ആരം 12 സെന്റിമീറ്റർ, ഉയരം 15 സെന്റിമീറ്റർ. ഓക്കെ, കോണാണ് നമ്മളുടെ കയ്യിൽ ആദ്യം ഉള്ളത്. കോണാണ്. അതിൻ്റെ ആരം റേഡിയസ് 12 ആണ്, ഉയരം 15 ആണ്. ഈ കോണിനെ നമ്മൾ എന്ത് ചെയ്തു? ഉരുക്കി, മെൽറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കി? സ്പിയർ ഉണ്ടാക്കി, ഗോളുണ്ടാക്കി, വൃത്തസ്തൂപിക. കോൺ പറഞ്ഞാൽ എന്താണ്? വൃത്തസ്തൂപിക കേട്ടോ. സ്പിയർ പറഞ്ഞാൽ ഗോളം. അതിൻ്റെ റേഡിയസ് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? 3 സെന്റിമീറ്റർ ആരമുള്ള ഗോളങ്ങൾ. അപ്പോൾ സ്ഫിയറിൻ്റെ റേഡിയസ് 3 ആണ്. ഇനി ഇതിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദ്യം. എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എന്തിൽ നിന്നാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വ്യാപ്തം ഡിവൈഡർ ബൈ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വ്യാപ്തം. അപ്പോൾ ഇവിടെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? കോണിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് കോണ് ഡിവൈഡർ ബൈ വോളിയം ഓഫ് സ്ഫിയർ. വൃത്തസ്തൂപികയുടെ വ്യാപ്തം ഡിവൈഡർ ബൈ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് വരും.
ഇനി കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ 1/3 πr²h ആണ്. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 πr²h. R 12 H 15 ആണ്. ഓക്കെ, അത് ഞാനിവിടെ കൊടുത്തു. ഈ 3നെ ഞാൻ 12 വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 4 കിട്ടി. ഇനി ഇത് ഗുണിച്ചാൽ മതി. അത് നമുക്കവിടെ നിൽക്കട്ടെ. ഇനി വോളിയം ഓഫ് സ്ഫിയർ 4/3 πr³ ആണ്. 4/3 πr³. അപ്പോൾ ഇവിടുന്ന് ഒരു 3 എന്താവും, ക്യാൻസൽ ആവും. 4/3 × π × r³ എന്ന് പറഞ്ഞാൽ ആറിനെ 3 വട്ടം ഗുണിക്കല്ലേ. ആ 3 റേഡിയസിന് 3 വട്ടം ഗുണിക്കണം. റേഡിയസ് 3 ആണ്. അപ്പോൾ 3 × 3 × 3 വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ക്യാൻസൽ ആവും. ഓക്കെ, 4 × π × 3 × 3. ഈ എണ്ണം കാണാനിതാ ഈ വോളിയം ഞാനിവിടെ എഴുതി, ഈ വോളിയം ഞാനിവിടെ എഴുതി. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യാനാണ് കേട്ടോ. പൈയും വെട്ടിപ്പോവും, 4ഉം 4ഉം വെട്ടിപ്പോവും. 12നെ 3 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 15നെ 3 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. 5 × 4 20. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം? 20 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ വെട്ടിക്കളയാനാണ് സുഖം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒറ്റയടിക്ക് ഗുണിച്ച് വരണ്ട. ഇതിവിടെ കടന്നോട്ടെ, ഇതും ഗുണിക്കാതെ ഇവിടെ കടന്നോട്ടെ, എന്നിട്ട് ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, then a toe in the shape of a hemisphere attached to the base of a cone common radius is 8 cm. The total height of the toe is 23. ഒരു കളിപ്പാട്ടത്തിന്റെ ആകൃതി വൃത്തസ്തൂപികാകൃതിയിലുള്ള പാദമുഖത്ത് അതേ ആരമുള്ള അർദ്ധഗോളം ഘടിപ്പിച്ച രൂപത്തിലാണ്. പൊതുവായ ആരം 8 സെന്റിമീറ്റർ. കളിപ്പാട്ടത്തിന്റെ ആകെ ഉയരം 23 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിന്റെ ഹൈറ്റ് എത്രയെന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അഥവാ വൃത്തസ്തൂപികയുടെ ഉയരം. ആകെ ഉയരം തന്നിട്ടുണ്ട്. എത്രയാണ്? 23 ആണ്. ഇവിടെ നിന്നിട്ടുള്ളത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ അല്ലേ, അത് 8 ആണ്. അപ്പോൾ 23 8 കുറച്ചാൽ മതി. എന്ത് കാണാൻ? കോണിൻ്റെ ഹൈറ്റ് കാണാൻ. ഓക്കെ, അപ്പോൾ 23 8 കുറച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? കോണിൻ്റെ ഹൈറ്റ് 15 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. R 8 ആണ്, H 15 ആണ്. L കാണണം. L² = R² + H². ഓക്കെ, 6 8 ആണ്. അപ്പോൾ 8ന്റെ സ്ക്വയർ + 15ന്റെ സ്ക്വയർ. 8 8 64, 15ന്റെ സ്ക്വയർ 225. 624ക്ക് 225 കൂട്ടുമ്പോൾ 289 കിട്ടും. 289ന്റെ റൂട്ട് കാണണം. അത് നമുക്ക് 17 എന്ന് കിട്ടും. 17 × 17 ആണ് 289. നോക്കിയാൽ 9ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 3ൽ അവസാനിക്കുന്ന സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ 7ൽ. കാരണം 3 × 3 9 ആണ്, 7 × 7 49 ആണ്. 9ൽ അവസാനിക്കുന്ന സംഖ്യ. 10ന്റെ സ്ക്വയർ 100, അതിൻ്റെ മേലേക്ക് പോയിക്കണം. 20ന്റെ സ്ക്വയർ 400, അത് പോയിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ 13 അല്ലെങ്കിൽ 17. 13 × 13 169 നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ 17 × 17 ചെയ്താൽ മതി. അപ്പോൾ 289 കിട്ടും. ഓക്കെ, അപ്പോൾ L 17 കിട്ടി. ഇനി കാൽക്കുലേറ്റ് സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. കളിപ്പാട്ടത്തിൻ്റെ ഉപരിതല പരപ്പളവ് കാണണം. അത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണും കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണുള്ളത്. ഈ കളിപ്പാട്ടം ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം അല്ലേ. അതിൽ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും സ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും ബേസൊക്കെ എന്ത് ചെയ്തിട്ടാണ്? ഹൈഡ് ചെയ്ത് കിടക്കുകയാണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് കാണുന്ന ഏരിയ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തു. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറയുന്നത് πRL ആണ്. പിന്നെ അർദ്ധഗോളത്തിൻ്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് 2πr² ആണ്. വാല്യൂ πRL + 2πr². π × R 8 ആണ്, L 17 ആണ് നമ്മൾ കണ്ടെത്തി. +2 × π × R², 2πr². R 8 ആണ്, 8 × 8. ഓക്കെ, ഇനി 18 × 17 ചെയ്യുക. 8 56, R = 5, 1 8, 8 2 10, 3 13 ഉണ്ടാവും, 136. ഇവിടെ 8 8 16, 8 8 64, 64 × 2 128. ഇനി 128 πക്ക് 136 π കൂട്ടുക. 8 2 10 4 14, 4 = 1, 3 1 4, 4 2 6, 1 1 2, 264 π cm². ഇതാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2023 സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സീ യു സൂൺ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ 10ൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ കേട്ടോ.